2 വർഷത്തിന് ശേഷം സൂര്യയുടെ തിയേറ്റർ റിലീസ്. നടന്റെ കരിയറിലെ തന്നെ ഏറ്റവും ചെലവേറിയ സിനിമ. 10ഓളം ഭാഷകളിൽ റിലീസ്. അങ്ങനെ കാരണങ്ങൾ പലതായിരുന്നു കങ്കുവയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് പിന്നിൽ. ചിത്രത്തിൻ്റെതായി പുറത്തു വന്ന ട്രെയിലറും ടീസറും ഒക്കെ പ്രേക്ഷകരെ ആവേശത്തിലാക്കിയിരുന്നു. ചിത്രം 2000 കോടി നേടുമെന്നായിരുന്നു റിലീസിന് മുൻപ് നിർമ്മാതാവ് KE ജ്ഞാനവേൽ രാജ പറഞ്ഞിരുന്നത്. എന്നാൽ അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് കങ്കുവയ്ക്ക് ഉയരാനോ നിലവാരം പുലർത്താനോ കഴിഞ്ഞിട്ടില്ലെന്ന് വേണം പറയാൻ. ഭൂതകാലവും വർത്തമാനകാലവും കോർത്തിണക്കിയാണ് ചിത്രത്തിന്റെ സഞ്ചാരം. കടലിനോട് ചേർന്നുള്ള 5 ദ്വീപുകളെ ചുറ്റിപ്പറ്റിയാണ് സിനിമ മുന്നേറുന്നത്. ഫ്രാൻസിസ് എന്ന സൂര്യയുടെ വർത്തമാനകാല കഥാപാത്രം ഒരു ബൗണ്ടി ഹണ്ടറാണ്. തന്റെ ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കുട്ടിയെ അയാൾ കണ്ടുമുട്ടുന്നു. 1000 വർഷങ്ങൾക്ക് മുൻപ് പെരുമാച്ചി എന്ന ഗോത്രത്തിന്റെ നേതാവായ കങ്ക അല്ലെങ്കിൽ കങ്കുവ എന്ന തന്റെ മുൻജന്മ ഓർമ്മകളിലേക്ക് ഫ്രാൻസിസിനെ ആ കുട്ടി കൊണ്ടുപോകുന്നു. പിന്നീട് ഫ്രാൻസിസിന്റെ ഭൂതകാലത്തിലെയും വർത്തമാനകാലത്തിലും നടക്കുന്ന കാര്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കങ്കുവയുടെ ഏറ്റവും വലിയ പോരായ്മയായി തോന്നിയത് വളരെ ദുർബലമായ തിരക്കഥ തന്നെയാണ്. പലയിടങ്ങളിലും ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് നിരാശനായി നിൽക്കുന്ന സംവിധായകനെ ചിത്രത്തിൽ കാണാനാകും. കുഴഞ്ഞു മറിഞ്ഞ് ആകെ ഒരു അവിയല് പരുവത്തിലാണ് തിരക്കഥ. സംവിധാനത്തിനൊപ്പം രചനയിലും ശിവ പങ്കാളിയായിട്ടുണ്ട്. ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും തമ്മിൽ കൂട്ടിക്കലർത്തുന്നതിൽ പോലും സംവിധായകന് പലയിടങ്ങളിലും പാളിയിട്ടുണ്ട്. നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള പല തമിഴ്, തെലുങ്ക്, ഹോളിവുഡ് ചിത്രങ്ങളെയും അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് സിനിമയുടെ പിന്നീടുള്ള പോക്ക്. ചിത്രത്തിന്റെ ആദ്യ പകുതി പ്രേക്ഷകരുടെ ക്ഷമയുടെ പരീക്ഷണമാണ്. സിനിമയുടെ 2ാം പകുതി മുഴുവൻ അലർച്ചയാണ്. കങ്കുവ, കങ്ക എന്നൊക്കെയുള്ള അലർച്ചകളാണ് മൊത്തത്തിൽ. ഫ്രാൻസിസിന്റെ ഫൈറ്റ് രംഗങ്ങൾ കോമഡിയായാണ് പലപ്പോഴും അനുഭവപ്പെടുക, പ്രത്യേകിച്ച് വിമാനത്തിൽ നിന്നുള്ള ഫൈറ്റ് രംഗങ്ങളൊക്കെ. ഇനി പെർഫോമൻസിലേക്ക് വന്നാൽ സൂര്യ തന്നെയാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ആക്ഷൻ രംഗങ്ങളിൽ ഉൾപ്പെടെ സൂര്യ തിളങ്ങിയിട്ടുണ്ട്. ഒരു പരിധിവരെ കങ്കുവയുടെ രക്ഷകനായതും സൂര്യ തന്നെയാണ്. എന്നാൽ സൂര്യയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസിൽ ഒരിക്കലും കങ്കുവയെ പരിഗണിക്കാൻ പോലും ആകില്ലെന്ന് എടുത്തു പറയുകയാണ്. അടുത്ത പ്രധാന കഥാപാത്രം ബോബി ഡിയോളിന്റെ ഉധിരൻ എന്ന കഥാപാത്രമാണ്. എടുത്താൽ പൊങ്ങാത്ത ഒരു സംഭവം എടുത്ത് തോളിൽ വെച്ച പോലെയായിരുന്നു ബോബിയുടെ പ്രകടനം. ക്ലൈമാക്സ് ഫൈറ്റ് രംഗങ്ങളിലൊക്കെ ഒന്നും ചെയ്യാതെ വെറുതെ നിന്ന നായകന്റെ ഇടികൊള്ളുന്ന അവസ്ഥയായിരുന്നു ഉധിരന്. കഥാപാത്രവുമായി പൊരുത്തപ്പെടാൻ പാടുപെടുന്ന ബോബിയെ കാണുമ്പോൾ ശരിക്കും നമുക്ക് തന്നെ വിഷമം വരും. നായികയായെത്തിയ ദിശ പട്ടാനിക്കും കാര്യമായൊന്നും ചെയ്യാനില്ലായിരുന്നു. ദേവിശ്രീ പ്രസാദിന്റെ സംഗീതവും തകർപ്പൻ പശ്ചാത്തല സംഗീതവും കയ്യടി അർഹിക്കുന്നുണ്ട്. തുടക്കത്തിലുള്ള ഒരു പാട്ട് മാറ്റി നിർത്തിയാൽ സംഗീതം മികച്ചതായി തന്നെ തോന്നി. വെട്രി പളനിസ്വാമിയുടെ ഛായാഗ്രഹണവും അഭിനന്ദനാർഹമാണ്. അടുത്തിടെ അന്തരിച്ച നിഷാദ് യൂസഫാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. നിഷാദിന്റെ എഡിറ്റിംഗിലെ പ്രാവീണ്യം കങ്കുവയിലും പ്രേക്ഷകന് കാണാനാകും. VFX രംഗങ്ങൾ ഒന്നുപോലും മികച്ചതായി തോന്നിയില്ല. മാത്രമല്ല പല സീനുകളിലും CIG ആണെന്ന് പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്താൻ അത് അടിയിൽ എഴുതി കാണിക്കുന്നുമുണ്ട്. ക്ലൈമാക്സിൽ ചെറിയൊരു സസ്പെൻസോടെയാണ് സിനിമ നിർത്തിയിരിക്കുന്നത്. അത് 2ാം ഭാഗത്തിലേക്കുള്ള ഒരു കഥാപാത്രത്തിന്റെ എൻട്രി കൂടിയാണ്. ശക്തമായ തിരക്കഥയും ഇമോഷണൽ രംഗങ്ങളൊക്കെ കുറച്ചുകൂടി നന്നാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ മികച്ചൊരു ദൃശ്യാനുഭവം നൽകാൻ കങ്കുവയ്ക്ക് ആയേനെ. വൻ ഹൈപ്പോടെ എത്തിയിട്ടും ഒരു ശരാശരി കാഴ്ച അനുഭവം മാത്രമേ കങ്കുവയ്ക്ക് നൽകാനായുള്ളൂ.